സൈനിക മേധാവി ജനറൽ അസീം മുനീർ, വയസ്സ് 57, മുൻ പ്രധാനമന്ത്രി സിയാഉൽ ഹക്കിന്റെ തത്വശാസ്ത്രം പിന്തുടരുന്ന കർക്കശൻ, മതതീവ്രതയും സൈനികതയും സംയോജിപ്പിക്കുന്ന കടുത്ത പാരമ്പര്യവാദി, പടച്ചട്ടയണിഞ്ഞ ഇസ്ലാമിസ്റ്റ് എന്നാണ് അസീം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇയാൾ ISIയുടെ തലപ്പത്തിരിക്കുമ്പോഴാണ് 2019 പുൽവാമ ആക്രമണം നടക്കുന്നത്. പാകിസ്ഥാനിൽ സാധാരണമായ സൈനിക അട്ടിമറി നടത്താതെ തന്നെ ഒരു ഊഴം കൂടി തരപ്പെടുത്തി കഴിഞ്ഞു അസീം മുനീർ. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് രാജ്യത്തിന് ഭീഷണിയുണ്ടെന്ന് സ്ഥാപിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഏകാധിപതിയാണ് ജനറൽ അസീം മുനീർ. ഇനി ചക്കിക്കൊത്ത് ചങ്കരൻ എന്ന് വിശേഷിപ്പിക്കാം ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന കുപ്രസിദ്ധ പാക് രഹസ്യാന്വേഷണ സംഘടനയുടെ തലവൻ ജനറൽ അസീം മാലിക്കിനെ. വയസ്സ് 59, സൈന്യാധിപൻ അസീം മുനീറിന്റെ വിശ്വസ്തൻ. ലഷ്കർ-e-തൊയ്ബയുടെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അസീം മാലിക്കിനെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. സിയാഉൽ ഹക്കിന്റെ കാലത്ത് സൈന്യത്തിൽ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്നു അസീം മാലിക്കിന്റെ പിതാവ് ജനറൽ ഗുലാം മുഹമ്മദ് മാലിക്. കടുത്ത മതബോധം തുടരുന്ന അസീം മാലിക് പ്രാർത്ഥിക്കാൻ വിമുഖത കാണിച്ച പട്ടാളക്കാരെ ശിക്ഷിച്ച ചരിത്രമുണ്ട്. അടുത്തത് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി. കള്ളക്കഥകളും പച്ചനുണകളും നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന ISIയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ISPRന്റെ ഡയറക്ടർ ജനറൽ. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇര എന്ന നട്ടാൽ കുരുക്കാത്ത കഥയുടെ രചയിതാവ്. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ തറപറ്റിച്ചു എന്ന മട്ടിലുള്ള കള്ളക്കഥകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുന്ന ബിരുദൻ. ഒരു ജിഹാദി പാരമ്പര്യമുണ്ട് ഇയാൾക്ക്. ഒസാമ ബിൻ ലാദനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച തീവ്രവാദിയും ആണവ ശാസ്ത്രജ്ഞനുമായ സുൽത്താൻ ബഷീറുദ്ദീൻ മുഹമ്മദീന്റെ മകൻ. അൽ-ഖയ്ദയ്ക്ക് ആണവായുധം നിർമ്മിക്കാൻ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തതിന് 2001 അഹമ്മദ് ഷെരീഫ് ചൗധരിയുടെ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർ മാത്രമാണ് സൈനിക വേഷത്തിലുള്ള ഈ കുബുദ്ധികൾ. അണിയറയിലുണ്ട് ഇതിലും വലിയ വിഷജീവികൾ. ഇനിയും വിഷം തുപ്പില്ലെന്ന് ആര് കണ്ടു?